ആളെന്നെ ആദ്യം തുടങ്ങി. ഹായ്, എക്കോ മൂവിയുടെ റെസ്പോൺസും കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് എൻ അമേസിംഗ് റെസ്പോൺസ്. താങ്ക് യു for the people who have really responded and experienced. I also thank my team, my wonderful team, my backbone, right from Dinjit. Bahul Ramesh has given his everything for this movie. Mujibka has given the life for the movie. Suraj, all the technical team, Vishnu Govind, everyone. And the artist, they were right on spot. They have been in the character here. So I'm very happy to be the team, to part of this team. So thank you. ഈ സിനിമയുടെ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താണ് നമ്മുടെ സിനിമയുടെ എല്ലാവരും പ്രേക്ഷകരും അതുപോലെ തന്നെ നിരൂപകരും മുക്തഗണമായ പ്രശംസയോടെ സ്വീകരിച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാ മീഡിയ ആളുകളോടും സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും നല്ലൊരു റെസ്പോൺസാണ്, റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അതിൽ എല്ലാ പ്രേക്ഷകരോടും നമ്മുടെ ടെക്നിക്കൽ ടീംസും നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരോടും ഇതിൽ പ്രവർത്തിച്ച ക്രൂസിനെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോ നെക്സ്റ്റിലേക്ക് കടക്കാം. താങ്ക് യു. എക്കോയുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ആൻഡ് DOP നൺ അതർ ദാൻ ബാഹുൽ രമേശ്. സന്തോഷം. നിങ്ങൾ കുറച്ചുപേരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എത്രയും കഴിവതും വേഗം ഒന്ന് കാണാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഓണസ്റ്റായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുപ്പുള്ളവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ കൂടുതൽ സിനിമയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ റീച്ച് ആവട്ടെ എന്നാഗ്രഹിക്കുന്നു. ഈ ഒരു വർഷം മൊത്തം ഈ സിനിമയുടെ പിന്നാലെ ആയിരുന്നു. ഒന്നും ഈ സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും എളുപ്പമുള്ളതായിരുന്നില്ല. എല്ലാം എക്സ്ട്രീംസ് ആയിരുന്നു, വെല്ലുവിളികളും ഒക്കെ. ഇപ്പോൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാലും കാലാവസ്ഥ, ലൊക്കേഷൻ, നമ്മൾ ഡേറ്റ്, നമ്മുടെ ചില കൺസ്ട്രെയിൻസ്, സർട്ടൻ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്കിതിന് പോകേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ക്രൂവിൻ്റെയും ആർട്ടിസ്റ്റുകളുടെയൊക്കെ അകമഴിഞ്ഞ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് കാരണമാണ് നമുക്കത് കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഓട്ടോ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആളുകളിലേക്ക് അത് എത്തിച്ച് അവരുടെ നല്ല അഭിപ്രായങ്ങളും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങളും നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വി ഫീൽ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ, സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു. എക്കോയിൽ സംഗീതം കൊണ്ട് ഓരോ പ്രേക്ഷകനെയും ഞെട്ടിച്ച പ്രിയപ്പെട്ട മുജീബ് മജീദ്. ഹായ്, ഭയങ്കര സന്തോഷം. ആഫ്റ്റർ കിഷ്കിന്താകാന്ഡം സെയിം ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവർക്കും. എസ്പെഷ്യലി വിത്ത് ബാഹുൽ ആൻഡ് ദിൻജി നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ടൈമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ബാഹുൽ എപ്പോഴും എന്നെ പുഷ് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ ലിമിറ്റ് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ട്. സോ എല്ലാവരും സിനിമ കാണാത്തൊരു പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് നേടിയ കലാകാരൻ, എക്കോയുടെ എഡിറ്റർ സൂരജ് ES. നമസ്കാരം. ബാഹുൽ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസിലാണ് ഇതിൻ്റെ ഷൂട്ടെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ ഇന്നലെ കണ്ടവരൊക്കെ ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു, ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. അതെല്ലാം ഒറിജിനലി എന്താ പറയുക, പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അതൊരു ആഡ് ഓൺ ആയിട്ടാണ്. അപ്പോൾ അതൊരു ഉറപ്പായിട്ടും ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കും. താങ്ക് യു. എക്കോ കാണുമ്പോൾ മലയാള സിനിമയിൽ ഇത്രയും വർഷങ്ങളായി ഏകദേശം 150-ൽ പരം ചിത്രങ്ങൾ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ചെയ്ത് ലോകമെമ്പാടും അറിയപ്പെടുന്ന
കലാകാരനായും നമ്മളോടൊപ്പം നമ്മളുടെ പ്രിയ ജ്യേഷ്ഠ സഹോദരനായി നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവായുള്ള വിനീത് സർ 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി പ്രേക്ഷകർക്കും എക്കോ ടീമിന് ഒരു അനുഗ്രഹം പോലെ അവരുടെ ആശംസകളും അവരുടെ ഹൃദയം തുറന്നുള്ള അഭിപ്രായങ്ങളും അത് നമ്മുടെ ടീമിന് തന്നെ വലിയൊരു പ്രചോദനമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ ബ്രില്യൻ്റായ ഫിലിം മേക്കേഴ്സ് ദിൻജിത്ത് ആൻഡ് ബാഹുൽ, അവരുടെ കൂടെ അവരുടെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ പഠനാനുഭവമാണ്. ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ. ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ ആ കഥാപാത്രം മനസ്സിലാക്കി പിന്നെ ദിൻജിത്തും ബാഹുലിൻ്റെയും ഒരു ഗൈഡൻസ് ആണ് എങ്ങനെ ഹൗ ടു മോൾഡ് ദാറ്റ് ആക്ടർ ഇൻ ടു എ ക്യാരക്ടർ. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളിലും അവരുടെ ആ കൺവിക്ഷൻ, ഓരോ കഥാപാത്രങ്ങളുടെ ഡെഫിനിഷൻ, അത് ഒരു സീനിൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും. ഒരു ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപ്പറേഷൻ്റെയും കൺവിക്ഷൻ്റെയും ഗുണമാണ്. അത് തന്നെയാണ് ഇതിലെ ബ്രില്യൻറ്റ് ലൈൻ ഓഫ് ആക്ടേഴ്സ്. അവരുടെ പെർഫോമൻസ് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇതിൽ ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ്. അവിടെ കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡയറക്ടർ, അവരുടെ ഇൻസ്ട്രക്ഷൻസ്, ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പോയി. പിന്നെ ഡബിങ് ഇത് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ക്രാഫ്റ്റ്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷനായിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുല്യരായ ടെക്നീഷ്യൻസ്, അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുള്ളായി മാറുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ. സോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും. സോ അതേ എക്സൈറ്റ്മെൻറ്റ്, പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ആൻഡ് ആ എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോടുകൂടി. അതിന് ഇവർക്കൊരു വലിയ ഹാറ്റ്സ് ഓഫ്, ബിക്കോസ് ഇൻക്രെഡിബിൾ കോർഡിനേഷൻ. എവറി ടെക്നീഷ്യൻ, നമ്മുടെ ചീഫ് ടെക്നീഷ്യൻസ് ആയാലും ഇതിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ആ സെറ്റിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആർട്ട് അസിസ്റ്റൻസ്, ഇപ്പം ബാഹുലും രഞ്ജിത്തും ഈ വെദർ ഫേവറബിൾ അല്ലാത്തത് കൊണ്ടുള്ള ഹിൻഡ്രൻസസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷെ അത് ഇവരുടെ ഒരു സപ്പോർട്ട്, പിന്നെ ആ ടെറൈൻ ഇറ്റ്സ് നോട്ട് വെരി സേഫ്. എസ്പെഷ്യലി സന്ദീപ് ചെയ്ത ഒരുപാട് പോർഷൻസ്, അതുപോലെ ബിനു, സന്ദീപും രഞ്ജിത്തൊക്കെ ഉള്ള ആ ഫൈറ്റ് സീക്വൻസ് ചെയ്ത ഇടങ്ങളൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസസ്. പക്ഷെ അത് എത്രയും കെയർ എടുത്ത് അത് ആ സേഫ്റ്റി നോക്കി നമ്മൾ അത്രയും സേഫായിട്ടാണ് ക്രൂ. സോ അവർക്കൊരു വലിയ താങ്ക്സ് ടു ഓൾ ദി ക്രൂ, ബിക്കോസ് ഓഫ് കോഴ്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പറയേണ്ടതെല്ലാം ഒരുവിധം വിനീതേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും പുതിയ ആശയങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്, സന്തോഷം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന് ശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരികയാണ് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടം ഇറങ്ങി വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞാൻ ഈ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ
വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. ടെക്നീഷ്യൻസിനായാലും ശരി, ഞങ്ങൾ ആർട്ടിസ്റ്റ്മാർ ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളായാലും ശരി, അതിന് തീർച്ചയായിട്ടും വി ഓൾ താങ്ക് ദിഞ്ജിത്ത് ആൻഡ് ബാഹുൽ ഫോർ ദിസ്. പിന്നെ ഈ പറഞ്ഞ വിനീതേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത് സിനിമ കാണുമ്പോഴാണ് ഇതിൽ നമ്മൾ പറയും ചെറിയ ചെറിയ നുവാൻസസ് എന്ന് പറയും, അത് റൈറ്റിങ്ങിൽ ചെയ്യുന്നതാണ്, എഴുത്തിൽ വരുന്ന സംഭവമാണ്. ഓഡിയൻസിന് സ്പൂൺ ഫീഡ് ചെയ്യാതെ ചില ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുക, എന്നാൽ ചിന്തിപ്പിച്ചിട്ട് ടയേർഡാക്കാനും പാടില്ല. സോ അത്രയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ആൻഡ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ. സോ ഇതൊരു മലയാളത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷത്തെ വൺ ഓഫ് ദ പല നല്ല സിനിമകളിലും ദിസ് ഈസ് എ ബിഗ് ഓഫറിംഗ് ഫോർ മലയാളം സിനിമ എക്കോ. സോ തീർച്ചയായിട്ടും പ്ലീസ് സപ്പോർട്ട് us ആൻഡ് പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പറയേണ്ടതൊക്കെ രണ്ടാളും മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് ഒരുപാട് സമയമെടുക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പം ലൈക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കിഷ്കിന്ധാകാന്ഡം അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ലൈക്ക് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക, ലൈക്ക് സന്ദീപിൻ്റെയൊക്കെ കൂടെ അഭിനയിക്കുക, വിനീതേട്ടൻ, ഇവരൊക്കെ ഉള്ള ഒരു സിനിമയിൽ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ സിനിമ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചെന്നറിയുന്നതിലും വളരെ സന്തോഷം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT എന്തായാലും വരും, പക്ഷേ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല്, ഈ സിനിമ ഉണ്ടാക്കിയ രീതി, അതിൻ്റെ സൗണ്ടിങ്, അപ്പം മുജിബാണെങ്കിലും വിഷ്ണു ഗോവിന്ദാണെങ്കിലും, അപ്പം അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ സൈഡിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളായതിനെ കൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇതെങ്ങനെയാണ് ബാഹുലും ദിഞ്ചിയും കൂടിയും ഇതിനെ കൺവിൻസ്, ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, ആ ഡോഗ്സിൻ്റെ പോർഷൻസൊക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അങ്ങനെ കാണാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊതി ഇന്നലെ പൂർണ്ണമായും തീർത്ത് തന്നു. ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു എനിക്ക്, ഞാൻ ഇന്ന് വിളിച്ച് കംപ്ലീറ്റ് അത് ക്ലിയർ ചെയ്ത്, അങ്ങനെ തന്നെയല്ലേ താൻ ഉദ്ദേശിച്ചത്, റൈറ്റിങ്ങിൽ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അത് എല്ലാ രീതിയിലും കൺവേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബ്രില്യൻ റൈറ്റിംഗ്, ബ്രില്യൻ ഡയറക്ടർ, മ്യൂസിക്, എഡിറ്റർ, പിന്നെ പ്രൊഡ്യൂസർ, പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, സന്ദീപ്. താങ്ക് യു. ഇത് ദിഞ്ജിത്തിൻ്റെയും ബാബുലിൻ്റെയും കൂടെ എൻ്റെ രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കിഷ്കിന്ധാകാന്ഡമായിരുന്നു ആദ്യം. കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അവരെന്നെ ഏൽപ്പിച്ച കാര്യം, എന്നെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ബിനു പറഞ്ഞ പോലെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം നമ്മളൊരു OTT വെയിറ്റ് ചെയ്തിട്ട് ഒരു മിനി സ്ക്രീനിൽ കണ്ട് ഫീൽ ചെയ്യുന്ന സിനിമ അല്ല. കാരണം ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ആയാലും മ്യൂസിക് ആയാലും ഒക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കഴിയുന്നതും അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. Thank you for being here tonight, and thank you for having me. And I have to thank you to the director, producer, and the Bahu, all the team, for their hard working, and then they helped me a lot at shooting also. Yeah, the most memory part is when we shot the emotional scenes, the crying part. Yeah, I had to push myself. Yeah, that's I need to learn a lot lah from my acting. I need to improve. Yeah, they are also the good actress. That's all. Thank you. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ് കാര്യം. എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോച്ച് ഇൻ ദ ഇൻഡസ്ട്രിയാണ്. ബാഹുലേട്ടൻ, നിജിതേട്ടൻ, കിഷ്കിന്ധാകാന്ഡം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരുടെ വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് സാധിച്ചു.
അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്ക് വന്നു തുടങ്ങിയപ്പം ഒരുപാട് സന്തോഷമുണ്ട്, ഒരു അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് അഭിനയിക്കുന്നത് എല്ലാവരും. അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഐ എം സോ ഹാപ്പി. എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ആൻസർ.